2 കപ്പ് വറുത്ത അരിമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലൊരു മിക്സ് കൊടുത്തതിന് ശേഷം അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊരു മാവ് പരുവത്തിൽ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 കപ്പ് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് 2 പഴുത്ത നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. തികച്ചും ഓപ്ഷനാണ്, റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. നമ്മുടെ സാധാരണ പാൽ 1/2 കപ്പ്, തേങ്ങാപ്പാൽ 1/2 കപ്പും എടുത്ത് വയ്ക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബോൾസ് ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഈ പാലുകളൊക്കെ ചേർത്ത് നേന്ത്രപ്പഴവും ചേർത്ത് 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒരു ഫ്ലേവറിന് കാർഡമം പൗഡറും ചേർത്ത് അടച്ചു വെച്ച് വീണ്ടും 10 മിനിറ്റ് വേവിച്ചാൽ നല്ല സൂപ്പർ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാൽ കൊഴുക്കട്ട റെഡി.